ക്ലബ് എഫിന്റെ കാർണിവൽ അങ്ങനെ തകർക്കാണ്. കണ്ണഞ്ചിപ്പിക്കും കാഴ്ചകളുമായി ദുബായിൽ ക്ലബ് എഫ് സംഘടിപ്പിക്കുന്ന കാർണിവൽ ആഘോഷം അത് അവസാന മണിക്കൂറിലേക്ക് കടക്കുകയാണ്. 2 ദിവസങ്ങളിലായി 10,000-കണക്കിന് ആളുകളാണ് ആഘോഷവേദിയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. മത്സരങ്ങളും സമ്മാനങ്ങളും കലാപ്രകടനങ്ങളുമായി ഈ കാർണിവൽ കാണികളെ കയ്യിലെടുത്തിരിക്കുകയാണ്. ആ ആഘോഷവേദിയിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ സുരേഷ് വെള്ളിമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ട് നമുക്കിനി കാണാം. 2 ദിവസത്തെ മെഗാ കാർണിവൽ അവസാനിക്കുകയാണ്. 2 രാപ്പകലുകൾ. അത് എല്ലാ വേദികളിലും 4ഓളം വേദികളിൽ 50ഓളം മത്സരങ്ങളും കലാപ്രകടനങ്ങളുമാണ് ഈ 2 ദിവസങ്ങൾ എത്തിസലാത്ത് അക്കാദമി കാഴ്ചവെച്ചത്. ഏറ്റവും ചെറിയ പ്രായമുള്ള 6 മാസം മാത്രം പ്രായമുള്ള കുട്ടികൾ മുതൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ വരെ ഒരുപോലെ ആസ്വദിച്ച കലാപ്രകടനങ്ങളുടെയും മത്സരങ്ങളുടെയും ദിവസങ്ങൾക്കാണ് ഇപ്പോൾ ഇവിടെ സമാപനമാകുന്നത്. ഇതുപോലെ നമ്മുടെ താരങ്ങളെല്ലാവരും തന്നെ എല്ലാ ആർ ജെ അമൻ, കോൾ, തൻവീർ, അതുപോലെ തന്നെ സ്നേഹ, ദീന എല്ലാവരും വലിയ ആവേശത്തിലായിരുന്നു ഇത്രയും ദിവസങ്ങൾ. ഇവിടെ എത്തിയിട്ടുള്ള ക്ലബ് എഫിൻ്റെയും അതോടൊപ്പം തന്നെ മാതൃഭൂമിയുടെയും ഒക്കെ ആസ്വാദകരും വായനക്കാരും ഒക്കെ ഇതുവരെ കാണാത്തൊരനുഭവം, ദുബായ് ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്തൊരനുഭവം അത് സമ്മാനിച്ചുകൊണ്ടാണ് ക്ലബ് എഫ് കാർണിവലിൻ്റെ 2ാമത്തെ സീസൺ ഇവിടെ പൂർണ്ണമാകുന്നത്. ഇനി 3ാമതൊരു സീസൺ ഉണ്ടാകുമോ എന്നാണ് ഓരോ ആളുകളും ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ ചോദിക്കുന്നത്. 2ാമത്തെ ദിവസം കേശവൻ മാമനും അതോടൊപ്പം തന്നെ ഹരിശങ്കറും ഒക്കെയാണ് വേദി കൈയടക്കിയത്. സൗന്ദര്യ മത്സരങ്ങൾ, ഫാഷൻ ഷോ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഇവിടെ നിന്നും പിൻവാങ്ങുന്നു. എത്തിസലാത്ത് അക്കാദമിയിൽ നിന്നും മുഷീർ കൊടിയിൽ നിന്നും ക്ലബ് എഫും ആർ ജെ മാർക്കും ഒപ്പം സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.